Good morning, sir. Sanila, good morning. Okay, Sanjo, good morning. Okay, let us start. Okay, Sanila. Yes, okay. Good morning to all. Yes, about we discuss it. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സും ഏതാണ്ട് അവസാന ഘട്ടങ്ങളിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു റിപ്പോർട്ട് സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ സൂചിപ്പിച്ചു in the given sentence is simple present. തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി എഴുതണം എന്ന് പറയും. സിമ്പിൾ പ്രസന്റിന്റെ സ്ട്രക്ചർ നമുക്കറിയാം, സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ നമുക്കറിയാം. അപ്പോൾ സിമ്പിൾ പ്രസന്റിനെ നമ്മൾ നേരെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി എഴുതുക. അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യം. യെസ്, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് അതിന്റെ തന്നെ അടുത്ത ഒരു ഘട്ടത്തിലോട്ട് നമ്മൾ പറയാം. അപ്പൊ ഞാനൊരു വാചകം പറയാം, നിങ്ങൾ അതൊന്ന് എഴുതിയെടുക്കുക. മറ്റൊരു വാചകം. ആ വാചകം ഇതാണ്. യെസ്, വാചകം ഇതാണ്. ഷീ സെറ്റ്. ഷീ സെറ്റ്. എന്നിട്ട് ഇൻപുട്ട് കോമഡ് അകത്ത് എഴുതുക ഐ ബോട്ട് BOUGH. I bought a gold chain. I bought a gold chain. Okay. ഇൻപുട്ട് കോമ ക്ലോസ് ചെയ്യും. ഓക്കെ, അത്രയും മതി. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. യെസ്, ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ അകത്ത് രണ്ട് ടൈപ്പ് വെർബ് വരും. ഒന്ന് ഇൻപുട്ട് കോമയുടെ അകത്ത് വരുന്നത്, പിന്നെ ഒന്ന് ഇൻവെർട്ടഡ് കോമയുടെ പുറത്ത് വരുന്നത്. ഇൻവെർട്ടഡ് കോമയുടെ പുറത്ത് വരുന്ന വെർബിനെ നമ്മൾ പറയുന്ന പേരാണ് റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്, എന്നാലും കൂടി പറയുന്നു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സെഡ് എന്ന് പറയുന്ന വെർബാണ് റിപ്പോർട്ടിംഗ് വെർബായിട്ട് വന്നിട്ടുള്ളത്. അത് പാസ്റ്റ് ടെൻസ് ആണ്. സേ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സെഡ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മളിവിടെ എഴുതിയിരിക്കുന്ന സെന്റൻസ് ഐ ബോട്ട് എ ഗോൾഡ് ചെയിൻ. ഐ ബോട്ട് എ ഗോൾഡ് ചെയിൻ എന്ന് പറയുമ്പോൾ അത് ഏത് ടെൻസാണെന്ന് പറയാമോ ആർക്കെങ്കിലും? ഐ ബോട്ട് എ ഗോൾഡ് ചെയിൻ എന്ന് പറയുമ്പോൾ അത് ഏത് ടെൻസിലാണ് എഴുതിയിട്ടുള്ളതെന്ന് പറയാമോ?
ഓക്കെ, സനീല പറഞ്ഞത് കറക്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആണ്. നമുക്കറിയാം സബ്ജക്റ്റ് പിന്നെ വെർബിന്റെ പാസ്റ്റ് ടെൻസും പറഞ്ഞു കഴിഞ്ഞാൽ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. ബി-യു-വൈ ബൈ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ബോട്ട്. പാസ്റ്റ് പാർട്ടിസിപ്പിളും ബോട്ട് തന്നെയാണ്. യെസ്. അപ്പൊ ഇവിടെ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞത് ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആയിരുന്നു. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിന് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി എഴുതണമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന വാചകം ഏതാണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. അങ്ങനെ തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിനെ മാറ്റി എഴുതേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ്. അതിനെ മാറ്റി എഴുതേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ്. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഒരു സ്ട്രക്ചർ ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഓക്കെ ഓക്കെ ഓക്കെ. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബ്, വെർബിന്റെ V3 അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ. അപ്പൊ ആ ടെൻസിലോട്ടായിരിക്കണം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ മാറ്റിയത്. മറന്നു പോകരുത്. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. ഓക്കെ. അപ്പൊ ഇവിടെ എന്ത് വരും? ഷീ സെറ്റ്. അപ്പൊ ഷീ സെറ്റ് എന്നുള്ളത് ഷീ ടോൾഡ് എന്നാണ്. അവൾ പറഞ്ഞു. നമ്മൾ ഇതിന്റെ ഇടയിൽ ഒരു വാക്ക് ചേർക്കുന്നുണ്ട്. അതാണ് ദാറ്റ്. ദാറ്റ് ചേർക്കും. ഷീ ടോൾഡ് ദാറ്റ്. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് തന്നെയല്ലേ? അവളല്ലേ പറയുന്നത് ഞാനൊരു ഗോൾഡ് ചെയിൻ വാങ്ങി. അപ്പൊ ആ ഐ എന്ന് ഉദ്ദേശിക്കുന്ന അവള് തന്നെയാണ്. അപ്പൊ നമുക്ക് പറയാം ഷീ ടോൾഡ് ദാറ്റ് ഷീ ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിളും ബോട്ട് തന്നെയാണ്. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഹാഡും കൂടി ചേർക്കണം. ഷീ ഹാഡ് ബോട്ട് എ ഗോൾഡ് ചെയിൻ. ഓക്കെ ഓക്കെ. ഷീ ഹാഡ് ബോട്ട് എ ഗോൾഡ് ചെയിൻ. ഓക്കെ 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 ഓക്കെ. യെസ്. ഇത് സെന്റൻസിനകത്ത് നോക്കിയേ. ഷീ ടോൾഡ്, അവൾ പറഞ്ഞു. ഷീ ഹാഡ് ബോട്ട് ഓക്കെ സഞ്ജോ എ ഗോൾഡ് ചെയിൻ. കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, അവൾ പറഞ്ഞതാണോ അല്ലെങ്കിൽ ഗോൾഡ് ചെയിൻ വാങ്ങിയതാണോ ആദ്യം നടന്ന സംഭവം? അവൾ പറഞ്ഞതാണോ ഗോൾഡ് ചെയിൻ വാങ്ങിയതാണോ ആദ്യം നടന്ന സംഭവം? ഗോൾഡ് ചെയിൻ വാങ്ങിയതാണ്. ചെയിൻ വാങ്ങിയത്. കാരണം ചെയിൻ വാങ്ങിയത് കൊണ്ടാണല്ലോ പറയേണ്ടി വന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ രണ്ട് സംഭവവും പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞു പോയ പാസ്റ്റ് ടെൻസ് ആണ്. ഗോൾഡ് ചെയിൻ വാങ്ങി എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അത് കഴിഞ്ഞു പോയ സംഭവം. രണ്ട് പാസ്റ്റ് ഇൻസിഡന്റ് ആണ്. അപ്പൊ അതില് ആദ്യം നടന്ന സംഭവമാണ് ഗോൾഡ് ചെയിൻ വാങ്ങിയതിനുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? പാസ്റ്റ് പെർഫെക്റ്റോടായി. കാരണം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, രണ്ട് പാസ്റ്റ് ഇൻസിഡൻസ് വന്നു കഴിയുമ്പോൾ അതില് ആദ്യം നടന്ന സംഭവം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും ഹാഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് നടന്ന സംഭവം സിമ്പിൾ പാസ്റ്റിലുമാണ് പറയുന്നത്. യെസ്, ആ നിയമം ഇവിടെ കറക്റ്റായി. ഷീ ടോൾഡ് ദാറ്റ് ഷീ ഹാഡ് ബോട്ട് എ ഗോൾഡ് ചെയിൻ. ഷീ ഹാഡ് ബോട്ട് എ ഗോൾഡ് ചെയിൻ. സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ. യെസ്. ഇതിപ്പോ നമുക്ക് വേറെ ആരെങ്കിലും നമ്മളോടൊരു കാര്യം പറഞ്ഞു, ആ കാര്യം നമുക്ക് വേറെ ആളോട് പറയുമ്പോൾ ഈ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. വേറെ ആൾ നമ്മളോട് പറഞ്ഞ കാര്യം വീട്ടിൽ എപ്പോഴെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ ഈ ടെക്നിക്കാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഷീ ടോൾഡ് ദാറ്റ് എന്നിട്ട് പിന്നെ പറയുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് പറയും. യെസ്. ഓക്കെ 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 ഓക്കെ. യെസ്. അപ്പൊ നമുക്കിനി ഇതേപോലത്തെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നോക്കാം. He said. He said. He said. ഇനി ഇവിടെ കോമഡിയിലേക്കോ. You studied STUDIED. You studied English without the help of
Your teacher. Your teacher. ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യും. ഓക്കെ, സെന്റൻസ് എത്രയാണ്? ഒന്നുകൂടി പറയാം. He said, അവൻ പറഞ്ഞു, you studied English. നീ ഇംഗ്ലീഷ് പഠിച്ചു. Without the help of your teacher. നിന്റെ ടീച്ചറിന്റെ സഹായമില്ലാതെ നീ ഇംഗ്ലീഷ് പഠിച്ചു. അതൊന്ന് എഴുതി നോക്കി. സ്റ്റഡീഡ് പാസ്റ്റൻസ് ആണ്. അപ്പൊ അതിന്റെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. ഓക്കെ, ഓക്കെ സർ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ സഫീറ, കറക്റ്റ്. സാൻജു, അതിനകത്ത് ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ട്. അതിനകത്ത് ഒരു യുവർ എന്നുണ്ടായില്ല, അതിന്റെ വേർഡ് വന്നില്ല. ആ യുവർ എന്നുള്ളതിന്റെ വേർഡ് റിപ്പോർട്ട് സ്പീഡ് വന്നിട്ടില്ല. അതുകൂടി ആഡ് ചെയ്താൽ മതി. ഓക്കെ 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 ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാൻ വായിക്കാം. He told that you, നേരിട്ട് പറയുമ്പോഴാണ്. അപ്പൊ നമ്മളത് വേറെ പറയുമ്പോ എന്ന് പറയാം. I had studied English without the help of my teacher. നീ നിന്റെ ടീച്ചറിന്റെ സഹായമില്ലാതെ പഠിച്ചു എന്നുള്ളത് വേറെ ആൾ പറയുമ്പോൾ ഞാൻ എന്റെ ടീച്ചറിന്റെ സഹായമില്ലാതെ പഠിച്ചു എന്ന് അവൻ പറഞ്ഞു. ഓക്കെ 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 ഓക്കെ. യെസ്, അടുത്തു ചെറിയ മാറ്റങ്ങൾ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. He said. He said. ഇനി ഇവിടെ കോമന്റ് എഴുതുക. Hari invited, INVITED, invited me, me for dinner. For dinner, DINNER. ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യാം. Hari invited me for dinner. Okay, എഴുതിക്കോളൂ. ആ മീ വന്നപ്പോൾ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് സൗമ്യ. മീലൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അവിടെ നിന്ന് ആക്കിയിരുന്നു. ആ ഓക്കെ 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 സനില, വെരി ഗുഡ്, വെരി ഗുഡ്.
Okay, Safira. Very good. Yes. She said, you called me for dinner. About he said, Hari invited me for dinner. Find answer. Hari told that he told that Hari had invited me എന്ന് പറഞ്ഞ എന്നെ അത് അവനല്ല പറയുന്നത് അപ്പൊ ഹിം ഷീന്ന് ഏതെങ്കിലും കയറായാണ് അപ്പൊ ഹിം ഹിം ഫോർ ഡിന്നർ യെസ് അടുത്തത് he said ഇനി ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക when did they come when did they come എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യും when did they come ചോദ്യം ഇതാണ് എപ്പോഴാണ് അവര് വന്നത് അപ്പൊ ഇതൊരു ചോദ്യമാണ് ചോദ്യമായതുകൊണ്ട് ടോൾഡ് എന്ന് പറയണ്ട പകരം എന്ത് ചോദിക്കല്ലേ ആസ്ക്ഡ് എന്ന് പറഞ്ഞാൽ മതി ചോദ്യമായതുകൊണ്ട് ടോൾഡ് എന്ന് പറയണ്ട പകരം എന്ത് പറയാ ആസ്ക്ഡ് ഹി ആസ്ക്ഡ് ബാക്കി നിങ്ങൾ പറഞ്ഞു Yes, okay. He said, Sanjo, he said. Inverted comma എഴുതുക when did they come when did they come 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 inverted comma close ചെയ്യുക സരില്ല ആ ലാസ്റ്റ് ചെയ്തേക്കുന്ന വാക്കിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇതിനകത്ത് ദാറ്റില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല ഓക്കെ ഇപ്പൊ ശരിയായി ഇതിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് കിടപ്പുണ്ട് ഡിഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മിസ്റ്റേക്ക് കിടപ്പുണ്ട് ഓക്കെ സഫീറ
യെസ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഹി സെഡ് വെൻ ഡിഡ് ദേ കം. കം എന്ന് പറയുന്ന പ്രസന്റ് ടെൻസ് ആണ്, ഡിഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഇവിടെ ഒരു ഇത് ക്വസ്റ്റ്യൻ വേർഡ് ആയതുകൊണ്ടാണ് ഡു ഡസ് ഡിഡ് ഒക്കെ കയറി വരിക. ഡു ഡസ് ഡിഡ് ഒക്കെ കയറി വരിക. ഇതിനു മുമ്പ് ഞാൻ കൂടെ പറഞ്ഞിട്ടുണ്ട്, സഞ്ജബിൽസ് എന്നാൽ ഡിറ്റും കെയിമിലും മിസ്റ്റേക്ക് ഉണ്ട്, അത് കറക്റ്റ് ചെയ്താണ്, ബാക്കി കറക്റ്റ്. യെസ്. അപ്പൊ ഇവിടെ നോക്കാം, നമുക്കിപ്പോ ഗോ എന്ന് പറയുന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെൻ. ഓക്കെ, ടേക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ടുക്ക്. ഇവിടെ നോക്കേ, വെന്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഡ് ഗോ എന്ന് പറഞ്ഞാൽ മതി. ഡിഡ് പ്ലസ് പ്രസന്റ് ടെൻസ് ഓഫ് ദി വെർബ് ഇസ് ഈക്വൽ ടു പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഡിഡ് ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടുക്ക് എന്നാണ് അർത്ഥം. ഡിഡ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വെന്റ് എന്നാണ്. അതുപോലെ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഡിഡ് കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കെയിം എന്നാണ്. അപ്പൊ ഞാനത് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണ്. She said when they came. When they came. ഇതാണ് തന്നിരിക്കുന്ന വാചകം. ചോദ്യമായതുകൊണ്ട് ഡിഡ് ചേർന്ന് മാത്രമേ ഉള്ളൂ. വെൻ. അപ്പൊ ഡിഡ് നമ്മളിവിടെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, ഡിഡിനെ വിട്ടേക്കാം. പകരം ആ കം എന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക് കെയിം ആണെന്ന് ചിന്തിച്ചാൽ മതി. ഡിഡിനായിട്ട് വിട്ടിരിക്കുക, കം എന്ന് പറഞ്ഞിരിക്കുന്നത് കെയിം ആണ്, പാസ്റ്റ് ടെൻസ് ആണ് വിചാരിക്കുക. ഓക്കെ, അപ്പൊ എന്ത് വരും? ഹി ആസ്ക്ഡ് വെൻ അവർ വെൻ they had come present tense, came past tense, past participle come തന്നെയാണ്. പ്രസന്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിൾ സെയിം ആണ്. അപ്പൊ പിന്നെ നമ്മൾ എഴുതുന്ന കമ്മ പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ കമ്മാണ്. പിന്നെ ആൻസർ ഹി ആസ്ക്ഡ് വെൻ ദേ ഹാഡ് കം. വെൻ ദേ ഹാഡ് കം. യെസ്. അപ്പൊ ഡിഡിൽ ഒന്ന് ചോദിച്ചിട്ട് ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പൊ കറക്റ്റ്. ഓക്കെ സഞ്ജു, യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഇനി ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇൻവെർട്ടഡ് കോമ എഴുതിക്കോ. വൈ didn't DIDN apostrophe T. Why didn't you sing? SING, sing. Why didn't you sing? അത്രയും ഇൻവെർട്ടഡ് കോമയുടെ അകത്തില്ല. Why didn't you sing എന്നുള്ളത് ഇൻവെർട്ടഡ് കോമയുടെ അകത്തില്ല. എന്നിട്ട് എഴുതുക സെഡ് മിസ്റ്റർ MR ഒരു കുത്തിട. മിസ്റ്റർ സിംഗ് SINGH. മിസ്റ്റർ സിംഗ് ടു മിസ്സിസ് MRS ഒരു കുത്തിട. മിസ്സിസ് സിംഗ് SINGH. ഓക്കെ, ഓക്കെ. ഇനി ഞാൻ ഒരു വായിക്കേണ്ടത് വൈ ഡിഡ് യു സിംഗ്? സെഡ് മിസ്റ്റർ സിംഗ് ടു മിസ്സിസ് സിംഗ്. മിസ്റ്റർ സിംഗ് മിസ്സിസ് സിംഗിനോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? വൈ ഡിഡ് യു സിംഗ്? നീ എന്തുകൊണ്ട് പാടിയില്ല? അപ്പോ നമ്മളത് കേട്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേറെ ആരോട് എന്ന് പറയാണ്, മിസ്റ്റർ സിംഗ് മിസ്സിസ് സിംഗിനോട് പറഞ്ഞു എന്തുകൊണ്ട് അവൾ പാടിയില്ല എന്ന്. ഓക്കെ, അപ്പൊ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട കാര്യം നേരത്തെ ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടാവണം. ഓക്കെ, ആ രീതിയിൽ ചിന്തിക്കണം. ഹാഡ് കഴിഞ്ഞതിന് ശേഷം ചില മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കും. ഓക്കെ, ശരി. ഓക്കെ. ആ സെന്റൻസ് ഉള്ളത് സഫീറ ആസ്ക്ഡ് താൻ. ചോദ്യമായതുകൊണ്ട് ദാറ്റ് ഇല്ലെങ്കിലും ഇത് കറക്റ്റ് ആണ്.
ഓക്കെ, ആ ഹിസ് വൈഫ് എന്നുള്ളത് മിസ്സസ് സിംഗ് കേട്ടോ, ചോദ്യത്തിൽ അതായിരുന്നല്ലേ. ആ ഓക്കെ 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 സഞ്ജു, ചെറിയ ഒരു കറക്ഷൻ ഒന്ന് ചെയ്യാൻ. യെസ്, അവിടെ നാട്ടില്, നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? യെസ് സഫീർ, നല്ല മഴയുണ്ട്. ആ ഓക്കെ ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം സൗമ്യ, നോ പ്രോബ്ലം. യെസ് യെസ്, ഓക്കെ 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 ഓക്കെ, യെസ്. ആ ഓക്കെ, ആ ഇവിടെയും കനത്ത മഴയാണ്. ഇവിടെ റോഡിലെല്ലാം മരങ്ങളൊക്കെ വീണ് കിടക്കുകയാണ്. 2 ദിവസം തുടർച്ചയായിട്ട് കറണ്ട് ഇല്ലാണ്ടിരുന്ന സമയത്താണ് ഒരു ദിവസം നമുക്ക് അവധി വന്നത്. കാരണം നമ്മുടെ സിസ്റ്റം ഒക്കെ ഡൗൺ ആയി. യെസ്, ഓക്കെ 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 ഓക്കെ, ഞാൻ ഇത്തിരി ലെങ്ത്തിൽ പിടിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാം. ഇവിടെ ഗവൺമെന്റ് ആരംഭിച്ചു. വൈ, സോറി, ഇതിന്റെ ആൻസർ ഞാൻ പറഞ്ഞില്ല അല്ലേ. നോക്ക് നോക്ക്, ഇതിന്റെ ആൻസർ പറയാം. വൈ ഡിഡിന്റ് യു സിംഗ്? ഡിഡിന്റ് എന്ന് പറയുമ്പോൾ ഹാഡ് നോട്ടാന്ന് വിചാരിച്ചാൽ മതി. നേരത്തെ പിന്നെ ഡിഡ് പ്ലസ് പ്രസന്റ് ടെൻസ് ഈസ് ഈക്വൽ ടു പാസ്റ്റ് ടെൻസ്. ഡിഡ് സിംഗ് എന്നുള്ളത് SANG സാങ് എന്ന് വിചാരിക്കും, പാസ്റ്റ് ടെൻസ് എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ ഡിഡിന്റെ ആയതുകൊണ്ട് ഹാഡ് നോട്ട് വരും എന്ന് വിചാരിക്കും. ഓക്കെ, വൈ ഡിഡിന്റ് യു സിംഗ്? എന്തുകൊണ്ട് നീ പാടിയില്ല? സെഡ് മിസ്റ്റർ സിംഗ് ടു മിസ്സസ് സിംഗ്. അപ്പൊ നമുക്ക് പറയാം, മിസ്റ്റർ സിംഗ് മിസ്സസ് സിംഗിനോട് ചോദിച്ചു. ആസ്ക്ഡ് മിസ്സസ് സിംഗ് വൈ, എന്തുകൊണ്ട് അവൾ പാടിയിട്ടുണ്ടായിരുന്നില്ല എന്ന്. വൈ ഷീ ഹാഡ് നോട്ട് സൺ, SUNG സൺ. ഓക്കെ, അടുത്തത് ഇൻവെർട്ടഡ് കോമയിൽ ആരംഭിക്കുക. വൈ ഡിഡിന്റ് യു come in the morning? Why didn't you come in the morning? Comma, Pradeep, PRADEEP, Pradeep. Okay, എന്നിട്ട് ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യാം. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യാം. അപ്പൊ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. Why didn't you come in the morning? പ്രദീപേ, നീ എന്തുകൊണ്ട് രാവിലെ വന്നില്ല? യെസ്, അത്രയും കഴിഞ്ഞു. അതിനുശേഷം ഇൻവെർട്ടഡ് കോമയുടെ പുറത്ത് ആസ്ക്ഡ്, ASKED, ആസ്ക്ഡ് the teacher. Asked the teacher. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ 2 രീതിയിൽ എഴുതാം. നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് എഴുതിക്കോളൂ. ഓക്കെ സലല്ല. ഓക്കെ സഫീറ. ഓക്കെ സാജു.
ഓക്കെ, അപ്പൊ ഞാൻ രണ്ട് രീതിയിൽ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ രീതി നമുക്ക് പറയാം. ദ ടീച്ചർ ആസ്ക്ഡ്, ചോദിച്ചു. ആസ്ക്ഡ് പ്രദീപിനോട് ചോദിച്ചു. വൈ ഹി ഹാഡ് നോട്ട് കം ഇൻ ദ മോർണിംഗ്. കറക്റ്റ്. വൈ ഹി ഹാഡ് നോട്ട് കം ഇൻ ദ മോർണിംഗ്. അത് നമുക്ക് വേണമെങ്കിൽ വേറൊരു രീതിയിലും എഴുതാം. ദ ടീച്ചർ ആസ്ക്ഡ് വൈ പ്രദീപ് ഹാഡ് നോട്ട് കം ഇൻ ദ മോർണിംഗ്. എന്തുകൊണ്ട് പ്രദീപ് വന്നില്ല എന്ന് ചോദിച്ചു. പ്രദീപിനോട് ചോദിച്ചു നീ എപ്പോൾ എന്തുകൊണ്ട് വന്നില്ല എന്നാവാം, അല്ലെങ്കിൽ പ്രദീപ് എന്തുകൊണ്ട് രാവിലെ വന്നില്ല എന്ന് ചോദിച്ചു. വൈ പ്രദീപ് ഹാഡ് നോട്ട് കം. ഓക്കെ ഓക്കെ ഓക്കെ, സൗമ്യ കറക്റ്റ് ഇൻ ദ മോർണിംഗ്. കറക്റ്റ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. അതിൽ ഒന്ന്, റിപ്പോർട്ട് സ്പീച്ചിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ ഗിവൺ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. ഗിവൺ സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിനെങ്ങോട്ട് മാറ്റണം? പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. ഇതാണ്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതിവിടെ ഒരു പീസ് വരുമ്പോൾ അപ്പുറത്ത് കൊടുത്ത് മറ്റേതായിരുന്നു അങ്ങനെ പറയും. നമുക്ക് കറക്റ്റ് നിയമം കൂടെ ഞാൻ പറഞ്ഞത് ടെൻസ് അങ്ങോട്ട് മാറും. യെസ്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ. യെസ്. അപ്പൊ നിങ്ങളുടെ വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട ഒന്നുകൂടി ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. ഇതിന്റെ അകത്ത് സാധാരണ ഇതിൽ ചോദിക്കുന്ന പോലെ എയിൽ തുടങ്ങുന്ന ബിയിൽ തുടങ്ങുന്ന ഞാൻ പറയുന്നില്ല. ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഇത് കുറച്ചും കൂടി ഒരു കോമൺ ആയിട്ടുള്ള നമുക്ക് പരിചയമുള്ള കുറെ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമായതുകൊണ്ട് നിങ്ങൾ ഡാഷ് ഇട്ട സ്ഥലത്ത് ഇത് പൂരിപ്പിച്ചാൽ മതി. ഓക്കെ. അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കാം. ഓക്കെ സനില. ദി ഡാഷ് ടവർ ഓഫ് പീസ. ഓക്കെ സഞ്ജു, അത് തന്നെ. ഓക്കെ. ദി ഡാഷ് ടവർ ഓഫ് പീസ. PISA. യെസ്, കറക്റ്റ് ആൻസർ. സനില ഇത് ചോദിച്ചാണോ? യെസ്, അത് ഞാൻ അടുത്ത് ചോദിക്കട്ടെ. If at first you don't succeed dash ചോദിച്ചാണ്. യാദൃശ്യമായിട്ട് ഒരെണ്ണം മാത്രം ചോദിച്ചു ഇല്ല. ഓക്കെ. അപ്പൊ സാൻജോ ഇത് ചോദിച്ചിട്ടുണ്ട്. ട്രൈ ചെയ്യുകയും. ഓക്കെ. വെരി ഗുഡ്. യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് അത് മാറ്റി പിടിക്കാം. ഓക്കെ. ഇനി ഞാൻ കുറച്ച് സിനിമയുടെ പേരുകളാണ് പറയുന്നത്. നിങ്ങൾ പറയേണ്ടത് ഹൂ ഡയറക്റ്റഡ് ഇറ്റ്, ആരാണ് അത് സംവിധാനം ചെയ്തതെന്ന് പറയണം. അത് ഞാൻ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പറയുക. അപ്പൊ നമുക്ക് മാറ്റാം. ദ നെയിം ഓഫ് ദ ഫിലിം ഈസ് യോദ്ധ. The name of the film is Yodha. Who directed it? ചോദിച്ചിട്ടില്ല അല്ലെ? യെസ്. അപ്പൊ ചോദിക്കാം. ഞാൻ പറയുന്നത് സിനിമയുടെ പേരുകൾ മാത്രമാണ്, അതിന്റെ ഡയറക്ടറിന്റെ പേര് പറയാം. യോദ്ധ. യോദ്ധ മലയാളം ഫിലിമാണ്. നമ്മുടെ മോഹൻലാല്, പിന്നെ എന്നോടൊപ്പം തന്നെ
ജഗദീഷ് ശ്രീകുമാറൊക്കെ അഭിനയിച്ച സിനിമ, നേപ്പാളിന്റെ പശ്ചാത്തലത്തിലുള്ള സിനിമയായിരുന്നു. സഫീറ വേറൊരാളും കൂടി ഇങ്ങേരും കൂടി വരാറില്ലേ? ആ പേരുകൾ ആരും ഉത്തരം പറഞ്ഞില്ലെങ്കിൽ സഫീറക്ക് ഞാൻ മാർക്ക് തരാം. ഇപ്പൊ കറക്റ്റ്. ഓക്കെ, ഷാൻജോ കറക്റ്റ്. ഷാൻജോ, സഫീറ, ജസ്ന. ഓക്കെ, കറക്റ്റ് ആണ്. The answer is Sangeet Shivan. Very good, very good. Next, the name of the film is Meesha Madhavan. Name of the film is Meesha Madhavan. This is also MIS. Safira. Safira മാത്രമാണ്. സനില എഴുതി. Sanila, Jasna. Sanila and Jasna. Okay. The name director is Lanjos. ചിലപ്പോൾ ഇതൊക്കെ ചില PSC പരീക്ഷകൾക്ക് വരും കേട്ടോ. Next question. The name of the film is Titanic. The name of the film is Titanic. Okay, Safira. Jasna, Shanjo. Safira, Jasna, Shanjo. Okay, the answer is James Cameron. It's the correct answer. Next is a Malayalam film. The name of the film is Panashi Raja. സഫീറക്ക് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്നതുള്ളൂ. എല്ലാ സിനിമയും കാണുന്നുണ്ട് അല്ലേ? സഫീറ, ഷാൻജോ ആൻഡ് ജസ്ന. യെസ്, ഓക്കെ. വെരി ഗുഡ്. യെസ്, കാരണം സഫീറയാണ് ആദ്യം ആൻസർ പറഞ്ഞത്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ. Okay. Very good. Yes, Parashiraja is directed by Harihare. It's a correct answer. Next, ഒരു ഹിന്ദിയാണ്. Name of the film is Dil Se. Yes. Okay, Safira. Okay, Jasna. Yes, രണ്ടുപേരുള്ളൂ അല്ലേ? Okay. The director is Mani Ratnam. Okay. This is directed by Mani Ratnam. അടുത്തത് നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിലാണ് പ്രശ്നം. The name of the film is Drishyam. Safira, Jasna, Sanjo. Safira, Jasna and Sanjo. The correct answer is Jittu Joseph. Okay, Sanila. It's the correct answer. Next film is Kunyi Ramayana. The director is correct is Safira, Jasna, Shanjo. Yes, correct answer. The director is Basil. Okay, correct answer. അടുത്ത സിനിമ
Name of the film is Eager. E-E-G-A. Eager. Yes. Oh, epoഴും സഫീറയാണ് ആദ്യം വരുന്നത്. ഈ ഒരു പ്രാവശ്യം ജസ്റ്റ് വന്നത്. ജസ്ന, സാൻജോ, സഫീറ. ആ, 3 പേരുണ്ടല്ലേ. ജസ്ന, സാൻജോ, സഫീറ. Yes. Name of the director is Rajamouli. It's a correct answer. Next film is Indira. Name of the film is Indira. Jasna, Safira, Sanjo. നിങ്ങൾക്ക് 3 പേർക്കും സിനിമയെ കുറിച്ച് നല്ല അറിവാണ് കേട്ടോ. Yes. Okay, the director is Shankar. Okay. Yes. Another. Name of the film is Vanaprastha. Name of the film is Vanaprastha. ഈ അടുത്ത കാലത്ത് ഡയറക്ടർ മരിച്ചുപോയി. Vanaprastha. Yes, Safira, Jasna, രണ്ടുപേരുള്ളൂ. ഷാൻജോ. Is the correct answer? The answer is Shaji N. Karol. Correct answer. Correct answer. അടുത്തത് സയൻസ്. സയൻസ് SIGNS. 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 Okay, Safira. Very good. ഞാൻ വിചാരിച്ചത് ആരും പറയില്ലത്. സഫീറ, സാൻജോ, ജസ്ന. 3 പേരും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഓക്കെ. മനോജ്, നൈറ്റ്, ശ്യാമള. അടുത്തത് ഒരു പഴയ സിനിമയാണ്. ആ പഴയ സിനിമയുടെ ഡയറക്ടറിന്റെ പേരാണ്. The name of the film is ചെമ്മീൻ. Yes, Safira, Soumya, Jasna. Safira, Soumya and Jasna. Okay. Okay. BSc മനസ്സിലായത്. Okay. ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാം. Okay. അപ്പൊ ഞാൻ അടുത്ത ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ്. അവിടെ വേറെ മോഡലാണ്. എന്നിരുന്നാലും ഇപ്പൊ കിട്ടിയിരിക്കുന്ന ആ പോയിന്റ് വെറുതെ ഒന്ന് പറയാം. ഇതിന്റെ കൂടെ തന്നെ ബാക്കിയുള്ള കൂടി ഞാൻ ചേർക്കാം. സനിലക്ക് 1 point ഉണ്ട്, സൗമ്യക്ക് 1 point ഉണ്ട്, സാൻജോന് 9 point ഉണ്ട് ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചത്. ഇനി ജസ്നക്ക് 12 point ഉണ്ട്. ജസ്നക്ക് 12 point ഉണ്ട്. സഫീറക്ക് 12 point ഉണ്ട്. അപ്പൊ സഫീറക്കും ജസ്നക്കും സെയിം 12 point ഉണ്ട്. സാൻജോന് 9 point ഉണ്ട്. സൗമ്യക്കും സനിലക്കും 1 point വീതമുണ്ട്. ഓക്കെ, ഇത് സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഇതിന്റെ കൂടെ ഇനി ചോദിക്കുന്നവരെ ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇനി ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ എസ് എന്നാണ്. എസിൽ ആരംഭിക്കുന്ന രണ്ടാമത്തെ ലെറ്റർ ഇ എന്ന് പറയുന്ന ലെറ്റർ, എലിഫന്റ്. SE എന്ന് പറയുന്ന ലെറ്ററിൽ ആരംഭിക്കുന്ന ആൻസേഴ്സ് ആണ് നിങ്ങൾ പറയേണ്ടത്. അപ്പൊ ചോദ്യം ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. A person employed
in a house on domestic duties. A person employed in a house on domestic duties. Simple. A person employed, EMPLOYD. Oh, Soumya, ശരിയായിട്ടില്ല. Employed in a house on for domestic duties. Domestic duties, DUTIES. Sanjo, Safira, very simple. ചോദ്യം പിടികിട്ടിട്ടില്ല, അതാണ്. എസിൽ തുടങ്ങുന്ന രണ്ടാമത്തെ ലെറ്റർ. ഓക്കെ സഫീറ, ഇറ്റ്സ് കറക്റ്റ്, സിമ്പിൾ. അതിനല്ലേ നമ്മൾ സർവന്റ് എന്ന് പറയണത്. യെസ്, ഓക്കെ 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 യെസ്. ഓക്കെ, ജസ്ന ആൻഡ് സാൻജോ. ജസ്ന ആൻഡ് സാൻജോ, ദാറ്റ് ഈസ് കോൾഡ് സർവന്റ്. ഞാൻ നിങ്ങൾ ചാടി പറയുന്നതാണ് വിചാരിച്ചു. ഡൊമസ്റ്റിക് ഡ്യൂട്ടീസ്, വീട്ടിലെ ജോലി, വീടിന്റെ അകത്തുള്ള ജോലി ചെയ്താൽ നമ്മൾ ഡൊമസ്റ്റിക് എന്ന് പറയാം. വീടുമായിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന ഒരാൾ, എന്റെ പേര് സർവന്റ്. അടുത്തത് ചോദ്യം ശ്രദ്ധിക്കുന്നുണ്ട്. എ ഗ്രേറ്റ് ബോഡി ഓഫ് ബോഡി ഓഫ് സാൾട്ട് വാട്ടർ. A great body of salt water that come. Okay, Sanjo, it's the correct answer. Sanjo, Jasna, Safira. Sanjo, Jasna, Safira. Okay, ചോദ്യം മുഴുവനാക്കാനായിട്ടുള്ള സമയം പോലും എനിക്ക് കിട്ടിയില്ല. അതിനു മുമ്പ് സാൻജോ ആൻസർ പറഞ്ഞു. ചോദ്യം എന്തായാലും വെറുതെ ഒന്ന് പറയാം. ചോദ്യം ഇതാണ്: എ ഗ്രേറ്റ് ബോഡി ഓഫ് സാൾട്ട് വാട്ടർ that covers much of the earth. That covers much of the earth. Okay, 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 okay. Very good, very good. ഇനി ഞാൻ കുറച്ച് പേരുകൾ പറയാം. അതിന്റെ കോമൺ ആയിട്ടുള്ള പേര് നിങ്ങൾ പറയണം. ഓക്കെ. സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിന്റർ. സൗമ്യ, Safira, Sanila. Soumya, Safira, Sanila is the correct answer. All these are okay, 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 okay. സാരമില്ല സാൻജോ, സാൻജോയുടെ ഇവിടെ പറഞ്ഞതാണ് ശരിയാണ്. ഓക്കെ 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 ഓക്കെ. ഇഷ്ടംപോലെ പോയിന്റ് കിട്ടി കിടപ്പുണ്ട്. സൗമ്യക്കും സഞ്ജയ്ക്കും പോയിന്റ് കുറവാണ്. കയറി വരട്ടെ. യെസ്, ഓക്കെ, ജസ്റ്റ് മിസ്സാണ്. Okay, season. Sorry, I'm sorry. Season. Okay. Very good, very good. അടുത്തൊരു മീനിങ് ആണ് പറയുന്നത്. നിങ്ങൾ അതിന്റെ വൺ വേർഡ് പറഞ്ഞാൽ മതി. To look carefully. To look carefully in an effort to find something. To look carefully in an effort to find something. See, അല്ല, വേറെ വേടുണ്ട്. ഒന്നുകൂടി നോക്ക്. സി എന്ന് പറഞ്ഞാലേ സെക്യൂർ അല്ല. സി. ഓക്കെ, സൗമ്യ ഇസ് കറക്റ്റ് ആൻസർ. യെസ്, സി. സൗമ്യ, ജസ്ന, സനില. സൗമ്യ, ജസ്ന ആൻഡ് സനില. നമ്മൾ സി എന്ന് പറഞ്ഞ യാദൃച്ഛികമായിട്ട് കണ്ടുപോണതാണ്. മറ്റങ്ങനെ ഒരു എഫേർട്ട് എടുത്തിട്ട് നമ്മൾ കണ്ടെത്തുന്നത്, അതാണ് സെർച്ച്. SEARCH. ഓക്കെ ഓക്കെ. ടു ലുക്ക് കെയർഫുള്ളി ഇൻ ആൻ എഫേർട്ട് ടു ഫൈൻഡ് സംതിങ്. എഫേർട്ട് എടുത്ത് കണ്ടെത്തുന്നതിനെയാണ് സെർച്ച് എന്ന് പറയാം. അടുത്തത് വെരി സിമ്പിൾ. In between first and third. In between first and third. Sanila,
Soumya, Safira. Sanila, Soumya, Safira. Okay, Sanjo. Okay, Jasna. That is what is called second. Okay, okay, okay. ഇനി ഞാൻ പറയുന്നത് ഒരു മീനിങ് ആണ്. നിങ്ങൾ അതിന്റെ വൺ വേർഡ് പറഞ്ഞാൽ മതി. Carefully choose from the given options. Carefully, yes. Soumya, Soumya, Sanila, Safira. Soumya, Sanila, Safira. Yes. Very good, very good. Select. Select. Very good, very good, very good. അടുത്തൊരു മീനിങ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്റെ പേര് പറഞ്ഞാൽ മതി. Being excessively concerned with oneself. Being excessively concerned with oneself, having no regard for others. Having no regard for others. Okay, Soumya, is the correct answer. Soumya, Jasna, Sanila. Soumya, Jasna, and Sanila. Is the correct answer? Okay, Safira, correct answer. That is what is called selfish. അവിടെയാണ് നമ്മൾ എന്ത് പറയുന്നത്? Selfish എന്ന് പറയുന്നത്. അടുത്തത് a match before the final. A match before the finals. Safira, Soumya, Sanila. Safira, Soumya, and Sanila. Shanju just another Surya. Okay, Surya, correct. Yes. The answer is semi-final. Semi-final. അടുത്ത ഒരു മീനിങ് ആണ്. നിങ്ങൾ എന്റെ പണ്ടുപേര് പറഞ്ഞാൽ മതി. To give away, away. To give away something in exchange of money. To give away something in exchange of money. In exchange of money. Surya, nobody. Okay, Jasna, Sanjo, Safira. Jasna, Sanjo, Safira. നേരത്തെ പറഞ്ഞ ത്രയങ്ങളാണ് അല്ലെ? 3 പേര്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, സെല്ലാണ്, എക്സ്ചേഞ്ച് ഓഫ് മണി. യെസ്. Okay. Next question. Individuals who are trained to protect people, property, and information. Individuals who are trained to protect people, property, and information. Jasna, Sanila, Sanjo. Jasna, Sanila, and Sanjo. Is the correct answer? They are called securities or security. Next question. The part of a fruit that grows into another plant. Sanila, Surya, Jasna. Sanila, Surya. Surya നേരത്തെ വന്നിട്ടില്ല അല്ലേ? Surya and Jasna. Yes, നമുക്കറിയാം. That is what is called seed. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് seed എന്ന് പറയുന്നത്. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്.
The next part of A. The next part of A. Known, K-N-O-W-A. The next part of a known story. The next part of a known story. ആരും പറഞ്ഞില്ലെങ്കിൽ ജസ്റ്റ് ഒക്കെ തരാം, നോക്കട്ടെ കണക്ട് വരുമോ നോക്കട്ടെ. വേറൊരു പേരുണ്ട്, വേറൊരു പേരുണ്ട് ജസ്റ്റ്. യെസ്, സഫീറ, യു ആർ റൈറ്റ്, വെരി ഗുഡ്. ആ വേർഡ് ഇതാണ് സീക്വൽ, SEQUAL. സഫീറ, ജസ്ന, ഒരാൾ കൂടി വരാല്ല, ആരുമില്ല, സഫീറ ആൻഡ് ജസ്ന. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. എന്റെ മാർക്ക് ഞാൻ പറയാം. യെസ്, അപ്പൊ നേരത്തെ വന്ന മാർക്ക് കൂടി കൂട്ടിയിട്ടുള്ള മാർക്കാണ് പറയണത്. യെസ്, സൂര്യ 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സൗമ്യ 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സൗമ്യക്ക് 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സനിലക്ക് 9 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 9 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സാൻജോന് 13 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 13 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ജസ്ന ജസ്നക്ക് 20 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 20 പോയിന്റ് ജസ്നക്ക് ലഭിച്ചിട്ടുണ്ട്. സഫീറ സഫീറക്കും 20 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ജസ്നക്കും സഫീറക്കുമാണ് 20 പോയിന്റ് വീതം ലഭിച്ചത്. ഓക്കെ, അപ്പോ we will meet in the next class, next time. അപ്പൊ നമുക്ക് അടുത്ത ഒരു ടെൻസിന്റെ മാറ്റത്തെ കുറിച്ച് കൂടി നമുക്ക് നേരത്തെ നോക്കാം. ഓക്കെ, we will meet in the next class. Okay, bye. പല ടീച്ചർമാരുടെയും ചാപ്റ്റേഴ്സ് എടുത്തു തീരാത്തതുകൊണ്ട് ചിലപ്പോ അവര് ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഒരു ക്ലാസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോ നമുക്ക് എടുക്കാം. എന്നിരുന്നാലും മറ്റു വിഷയങ്ങൾക്ക് പരീക്ഷ ഉള്ളതല്ലേ. ഓക്കെ, യെസ്, ഓക്കെ സഞ്ജു.